ഇത് കറക്റ്റായി കിട്ടുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യട്ടെ. കുഴപ്പമില്ല, റെക്കോർഡാവുന്നുണ്ട്. അപ്പോൾ തുടങ്ങലേ. മലയാളീസ്, വെൽക്കം ബാക്ക് ടു ബാക്ക് പാക്കർ മലയാളീസ്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ചാവക്കാട് പൊന്നാനി റൂട്ടിലെ പഞ്ചവടി എന്ന സ്ഥലത്താണ്. പഞ്ചവടി എന്ന സ്ഥലത്ത് വളരെ കുറച്ച് കാലമായി ഓപ്പണായ ഒരു സംഭവമുണ്ട്. അധികാരം ശ്രദ്ധിക്കാത്തൊരു സംഭവമാണ്. അപ്പോൾ അതിനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനും നിങ്ങൾക്കിവിടെ സന്ദർശിക്കാൻ ഒരു അവസരം കിട്ടാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വ്ളോഗ് ചെയ്യുന്നത്. ചാവക്കാട് പൊന്നാനി ഹൈവേയിൽ പഞ്ചവടി എത്തിക്കഴിഞ്ഞാൽ, ചാവക്കാട് നിന്ന് വരുമ്പോൾ പഞ്ചവടി എത്തിക്കഴിഞ്ഞാൽ ഇടത്തോട്ട് പോകണം. അതായത് പടിഞ്ഞാറ് ഭാഗത്തോട്ട്, കടൽ ആ സൈഡിലാണ്. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 2 to 3 കിലോമീറ്റേഴ്സ് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഡെസ്റ്റിനേഷൻ എത്തും. യെസ്, മറൈൻ വേൾഡ്. ഈ മറൈൻ വേൾഡിലോട്ടാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മറൈൻ വേൾഡ് ഇനാഗുറേറ്റ് ചെയ്ത് അധികം കാലമൊന്നുമായിട്ടില്ല. Jan 1 അവരുടെ ഉദ്ഘാടനം. അത് കപ്പിൾ ഓഫ് മന്ത്സ് ബിഫോർ അവരോട് ഉദ്ഘാടനം ചെയ്യാൻ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ കോവിഡ് കാരണം അവർ എക്സ്റ്റെൻഡ് ചെയ്തു. Jan 1 തന്നെ, ന്യൂ ഇയറിന് തന്നെ അവർ ഉദ്ഘാടനം എല്ലാം ചെയ്ത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഒരു ബിഗ് അക്വേറിയമാണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അക്വേറിയമാണെന്നാണ് പറയുന്നത്. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ ആദ്യം കരുതിയത് ഇതൊരു ടെമ്പററി സെറ്റപ്പ് എന്നാണ്, ബട്ട് ഇറ്റ്സ് എ പെർമനൻറ്റ് വൺ. അവിടെ വർക്ക് ചെയ്യണത് കംപ്ലീറ്റ് ആ ഏരിയയിലുള്ള സ്ത്രീകളാണ് കൂടുതൽ. പുരുഷന്മാരുണ്ട്, പക്ഷേ സ്ത്രീകളാണ് കൂടുതലെന്ന് കേൾക്കുന്നു. കണ്ടറിയാം. വിമൺ എംപവർമെൻറ്റ്. യെസ്, ഐ എം സൂപ്പർ എക്സൈറ്റഡ് മാൻ. ഇവിടെയാണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് പബ്ലിക് അക്വേറിയം ഉള്ളത്. മറൈൻ വേൾഡ് എന്നാണ് പേര്. അപ്പോൾ നമുക്കൊന്ന് സന്ദർശിച്ച് നോക്കാം. എന്താണ്, നല്ല തിരക്ക് കാണുന്നുണ്ട്. ഉള്ളിൽ കയറാൻ പറ്റിയാൽ ഭാഗ്യം. അപ്പോൾ നമുക്കൊന്ന് റൗണ്ട് ചെയ്തിട്ട് പുറകിൽ ബോർഡ് കണ്ടില്ലേ, സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. കംപ്ലീറ്റ് വാഹനങ്ങളും പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കതൊന്ന് വിസിറ്റ് ചെയ്യാം. കഴിഞ്ഞ മാസം തുടങ്ങിയ ജനുവരി 1 അല്ലേ? ഓക്കെ, ജനുവരി 1 തുടങ്ങിയതേ ഉള്ളൂ. ഓക്കെ, ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ കിടപ്പ് എന്നറിയില്ല, കണ്ടറിയാം. ലെഫ്റ്റ് സൈഡിലാണ് ടിക്കറ്റ് കൗണ്ടർ എന്ന് എഴുതി കാണിച്ചിട്ടുള്ളത്. അങ്ങോട്ട് പോയാൽ കുറച്ച് ആളുകൾ അവിടെ നിന്ന് വരുന്നുണ്ട്. ടിക്കറ്റ് അവിടെയാണോ കൊടുക്കുന്നത്? അയ്യോ, ടിക്കറ്റൊക്കെ ഒരുപാട് നടക്കാനുണ്ടല്ലോ. ഇവിടെ അങ്ങോട്ട് ഓട്ടോ വിളിക്കേണ്ടി വരും. ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോകുന്ന വഴിയിലൊരു വട്ടക്കുളമൊക്കെ കാണാനുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഫുൾ കാട് പോലത്തെ സ്ഥലം. ഇതിന് തൊട്ടപ്പുറത്ത് കടലാണ് കേട്ടോ. അപ്പോൾ ഫുൾ മരങ്ങളെല്ലാം വെട്ടി ഒതുക്കി എത്രയോ ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണ് ഇവർ ഈ ഒരു മറൈൻ വേൾഡിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കുട്ടികൾക്കാണ് 250 അല്ലേ? അഡൾട്ടിന് 500. 1 വീക്ക് അല്ലേ? മേലെ അത് സ്പെഷ്യൽ ഓഫറായിരുന്നു. താഴെ കുട്ടികൾക്ക് 350. ഓക്കെ,
സ്കൂൾ ആൻഡ് കോളേജ് സ്റ്റുഡൻസിന് സ്പെഷ്യൽ റൈറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവരെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരതിനനുസരിച്ചിട്ട് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരും. വളരെ മനോഹരമായ ഒരു ബിൽഡപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്താ, ആമയാണോ? ഓ, ഒരു വലിയൊരു ആമ. നമുക്ക് ആ സൈഡിൽ നിന്ന് നോക്കാം. പ്രൈവറ്റാ? ഒരു കുതിരക്കാരൻ വന്നിട്ടുണ്ട്. കുതിര നേരെ മിക്കവാറിൻ്റെ മഞ്ചത്തേക്കാവും. നമ്മളിപ്പോഴും ടിക്കറ്റ് കൗണ്ടർ എത്തിയിട്ടില്ല കേട്ടോ. ഒരുപാട് നേരമായി നടക്കുന്നു. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ചിൽഡ്രൻസ് പാർക്കൊക്കെ കാണുന്നുണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ മനോഹരമായ പാർക്ക്. ഒരുപാട് റൈഡേഴ്സൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഫാമിലിയായി വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. കുട്ടികളെയും കുടുംബക്കാരെയും ഫ്രണ്ട്സും സഹോദരിമാരും സഹോദരന്മാരും ആർക്കും വരാവുന്ന ഒരു സ്ഥലമാണ്. കാരണം എല്ലാവർക്കും പറ്റിയ ഒരു ആംബിയൻസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തോ ലിസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടിക്കറ്റിംഗ്, ബേർഡ്സ് പാർക്ക്, ഫിഷ് ഫീഡിങ്, പ്രെയർ റൂം, റെസ്റ്റോറൻറ്റ്, ചിൽഡ്രൻസ് പാർക്ക്, അണ്ടർ വാട്ടർ ടണൽ. പൊളിക്കും, കണ്ടറിയാം. എത്ര റേറ്റ്? ഓക്കെ, നമുക്ക് 300. 350. സീനിയർ സിറ്റിസനാണ് 300. സീനിയർ സിറ്റിസൺ 300 അല്ലേ? ഓക്കെ, രണ്ടടിക്കാം. എന്താ പറയണ്ടേ? രണ്ടടൽക്ക് രണ്ടടൽക്ക് പറയാൻ നടക്കും. പ്രോമോ കൂടുന്നതാണ്. പിന്നെന്താ അവിടെ 500 ഇരിക്കുന്നത്? അത് മനസ്സിലായില്ല. ഇത് എത്ര വരെ ഉണ്ടാവും? കോവിഡ് റേറ്റോ? ഓഫർ റേറ്റ് ടിക്കറ്റ്. ആഹാ, നല്ല ഭംഗിയുള്ള ചെറിയ കുഞ്ഞു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടല്ലോ.
അയ്യവ, നല്ല മരത്തിൽ കുത്തിവെച്ച പോലത്തെ അക്വേറിയം. ഇത് കൊള്ളാലോ. എനിക്ക് തോന്നുന്നു ഇനി ഫ്യൂച്ചറിൽ അവർക്ക് ഒരു വെള്ളച്ചാട്ടം പോലെ സെറ്റപ്പ് ചെയ്യാനാവും, ഒരു ഫൗണ്ടെയിൻ ഒക്കെ സെറ്റ് ചെയ്യാനായിരിക്കും. ഒരുപാട് അക്വേറിയം ഉണ്ട് കേട്ടോ, ഒരുപാട്. എല്ലാ അക്വേറിയം കവർ ചെയ്യാൻ പറ്റുമെന്നറിയില്ല. ഓ, അതിൻ്റെ ഉള്ളിൽ ആരൊക്കെ കയറി കുത്തിരിക്കുന്നുണ്ട്. ഓ, അപ്പോൾ നമ്മൾക്കത് ഒരു വെള്ളത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ആംബിയൻസ് കിട്ടും. നമുക്ക് അവരോട് അതൊക്കെ കഴിയട്ടെ, തിരക്കൊക്കെ കഴിയട്ടെ, നമുക്ക് സാവധാനം അങ്ങോട്ട് കയറാം. നമുക്കിപ്പോൾ എല്ലാ അക്വേറിയം ഒന്ന് കവർ ചെയ്യാം. കൊള്ളാം. അയ്യോ, ഈ സെറ്റപ്പ് കൊള്ളാം. ഇത് നമുക്ക് വീട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. നല്ല ഭംഗിയുണ്ടാവും, ഇഷ്ടപ്പെട്ടു. ഓഹ്, എന്താ ഭംഗിയില്ലേ, കണ്ടുകൊണ്ട് നിൽക്കാനേ തോന്നുന്നത്. ഇത് നമ്മൾ അക്വേറിയം കാണുന്നതിൻ്റെ സെൻട്രലായിട്ടൊരു റൗണ്ട് പോട്ട് പോലെ കുറച്ച് ജ്യൂസ്, പിന്നെ വാട്ടർ, ബിസ്ക്കറ്റ്സ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ക്ഷീണിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് കുടിക്കാം. കാര്യങ്ങളൊക്കെ അപ്പം തരം കിട്ടും. അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം വളരെ നല്ല സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത്. അവർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ 10-15 വർഷത്തോളം ആയിട്ടുള്ളൊരു പ്ലാനാണിത്. ഇപ്പോഴാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ ആവുന്നത്. എന്തായാലും ഇത്ര കാലം വെയിറ്റ് ചെയ്തെങ്കിലും വളരെ നന്നായിട്ടുണ്ട്. നമുക്കിതിൻ്റെ അടിയിലോട്ട് കയറി നോക്കാം. ആകെ ഇട്ടാണല്ലോ. അടിയിലോട്ട് കയറി. ഓക്കെ, നേരത്തെ പെൻഡിങ് വെച്ചതാണ്, ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു ആരോ ഇതിൻ്റെ ഉള്ളിൽ, അക്വേറിയത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട്. ഇപ്പോൾ പുറത്തുനിന്ന് നോക്കുന്നവർ വിചാരിക്കും നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ്, അക്വേറിയത്തിൻ്റെ ഉള്ളിലാണെന്ന് കരുതും. ഇത് നമ്മളുടെ വ്യൂ ആണ്, ഉള്ളിൽ നിന്നുള്ള വ്യൂ. പുറത്തുനിന്നുള്ള വ്യൂ ഞാൻ വേറെ കാണിച്ചു തരാം. ഒരുപാട് ആൾക്കാർ വെയിറ്റിംഗ് ആണ്. ഓക്കെ, കൊള്ളാം. എല്ലാവരും എന്നെയാണ് നോക്കുന്നത്. ഇനി നമുക്ക് പുറത്ത് കിടക്കാം. ആരും ഉള്ളിൽ കയറിയിട്ടുണ്ട്. പയ്യനെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ കയറാം. ഓക്കെ, അങ്ങനെ കയറി പറ്റി. ഒരുപാട് ആൾക്കാർ വെയിറ്റിംഗ് കേട്ടോ, കഷ്ടം. പക്ഷെ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തു. നിങ്ങൾ ചെയ്തോന്നും പറഞ്ഞു. ഒന്ന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. റൗണ്ട്. ഓക്കെ,
നീന്തിയാലോ? കൊള്ളാം. വാവ്, ഇറ്റ്സ് ഓസം മാൻ. ഇത് ഫസ്റ്റ് ടൈമാണ്, എൻ്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു സെറ്റപ്പിൽ നമ്മൾ വന്നുപെടുന്നതും. നമ്മൊന്നും പ്രതീക്ഷിക്കാതെ വന്നിട്ട് വലിയ ബിരിയാണി കിട്ടിയ സന്തോഷമാണ്. ഇനി ബാക്കിയുള്ളവർ കയറിക്കോട്ടെ. കൊള്ളാം. കുറച്ച് നേരം ഓണാക്കിട്ടോ. ഓണല്ലേ? ഓണല്ലേ. അടുത്തതായിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യണത് എന്താ വെച്ചാൽ ഫ്രീ ആയി ഫിസ് തെറാപ്പി ഉണ്ട്. ഫിസ് തെറാപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫിസ് തെറാപ്പി കഴിഞ്ഞു നമ്മൾ പുറത്തിറങ്ങുകയാണ്. അപ്പോൾ ഒരു ഗുഹക്കുള്ളിലോട്ട് കയറിയിട്ടുള്ള പുറത്തേക്കുള്ള വഴിയാണ്. ഒരു ക്യാമറ അധികം അലോ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ആ എൻട്രി ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് അടിപൊളി സെറ്റപ്പാട്ടോ. നല്ല കിട്ടില്ല ബ്ലൂ കളറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആംബിയൻസ് ഒന്നും ഒരു രക്ഷയില്ല. നോക്കാം. ഈ ഒരു സെക്ഷനിൽ ഒരുപാട് ടി വി പോലെ അടക്കി വെച്ച ഒരുപാട് അക്വേറിയംസ് കാണാൻ പറ്റി. ഒരുപാട് ഫിഷസ്, ചെറുതും വലുതുമായി ഫിഷസ് കാണാൻ പറ്റും. ആ ചേച്ചി ഹെൽപ്പ് ചെയ്യുന്ന ചേച്ചിയാണ്, അവിടുത്തെ സ്റ്റാഫാണ്. അപ്പോൾ പുള്ളിക്കാരി കാണിച്ചു തരണേ അവിടെ നെക്സ്റ്റ് സെക്ഷൻ. അടുത്തത് നമ്മൾ നേരെ പോകുന്നത് ആമസോൺ ഫോറസ്റ്റ് പോലെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ വൈൽഡായിട്ടുള്ള ഫിഷസ്, അലിഗേറ്റർ, നട്ട്, ഇങ്ങനെയുള്ള പിന്നെ പിരാന കൈൻഡ് ഓഫ് ഫിഷസും എല്ലാം ഉള്ള ഒരു സെക്ഷനിലേക്കാണ്. വാവ് മാൻ, പക്ക ഗ്രീനിഷ് കളർ. നമ്മളൊരു കാടിൻ്റെ ഉള്ളിൽ അകപ്പെട്ടൊരു ഫീലാണ് ഇപ്പോൾ ഉള്ളത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗ്രീൻ കളർ കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊരു പ്രത്യേക കുളിരാണ്. ഈ ഒരു ഫോറസ്റ്റ് പോലെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടെ. വളരെ എന്താ പറയുക, ഡേഞ്ചറസ് ആയ ഫിഷസ്, അതായത് ലൈക്ക് പിരാന കൈൻഡ് ഓഫ് ഫിഷസ് ഉണ്ട്. പിന്നെ നട്ടർ, എലിഗേറ്റർ, അരപ്പൈമ, അങ്ങനെയുള്ള ഒരുപാട് ഫിഷസ് ഉണ്ട്. ഇപ്പം ഈ ഒരു തടാകത്തിലുള്ളത് ഈ 3 ടൈപ്പ് ഓഫ് ഫിഷസ് ആണ്. നട്ടർ, അലിഗേറ്റർ, പിന്നെ അരപ്പൈമ. നമുക്ക് നോക്കാം.
അപ്പോൾ ഗൈസ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിനേക്കാൾ ഫെൻറ്റാബിളസ് ആയ ഒരുപാട് കാര്യങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. സെയിം മറൈൻ വേൾഡ്, ഡോണ്ട് മിസ് ഇറ്റ്. ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് എനിമീസ് ആൻഡ് സ്റ്റേ എവറേജ് എവറി വൺ. ബൈ.